അഴിമതി കാണിക്കുന്ന കേട്ടോ. ജനങ്ങൾ മൊത്തം വെള്ളത്തിന് അടിച്ചു പോകുന്നു. വെള്ളം ഭയങ്കരമായിട്ട് കൂടുതല. അതായത് ഇതൊരു 4 ദിവസത്തേക്ക് മുമ്പ് ഇത് വെട്ടാൻ തുടങ്ങിയതാ. തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹലോ, നമസ്കാരം. വിനീഷാണ്. അപ്പൊ ഇപ്പം ഏകദേശം തോട്ടപ്പള്ളി പുഴമുഖത്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ. ഇവിടെ ഇപ്പം ഏകദേശം ഒരു 4-5 വണ്ടിയോളം ഇപ്പൊ ഇവിടെ മണൽ മാറ്റാനായിട്ടുള്ള എഞ്ചിൻ വന്നിട്ടുണ്ട്. അപ്പൊ 4-5 വണ്ടികളും ഉണ്ട് ഇവിടെ. ഇപ്പൊ തന്നെ നിലവില് ഹിറ്റാച്ചികളും JCBകളും ഒക്കെ ആയിട്ട് 4-5 വണ്ടികളും ഉണ്ട് ഇവിടെ. പക്ഷെ ഇപ്പം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് അധികം വീതിയിലല്ല ഇതിപ്പോഴും. സാധാരണ നമ്മുടെ പുഴയെ മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വീതിയിലായിരുന്നു. അതായത് ഒരു 10, 15, 20 മീറ്റർ വീതിയിലാണ് ഇത് ആഴം കൂട്ടി പോകുന്നത്. പക്ഷെ ഇപ്പൊ അത്രയും വീതിയിലൊന്നും അല്ല, അതിനെക്കാട്ടിലും കുറച്ച് വീതി കുറവാണ് ഇപ്പൊ ഇവർ വെട്ടി പോകുന്നത്. എന്തായാലും അത്യാവശ്യം ഇവിടെ ഇപ്പം ഉണ്ടല്ലോ. ഇപ്പം ഇന്നലെ ഇപ്പം ഒരു രണ്ട് ഹിറ്റാച്ച് മാത്രമേ ഉള്ളായിരുന്നു. സാധ്യത ഉണ്ട്. കാര്യം ഇപ്പം ഏകദേശം ഒരു 100 മീറ്റർ കുറിച്ച് മാറ്റിയിട്ടുണ്ട്, മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കരിമണലാണ്. അടിയിൽ നിന്ന് ഇത് മാന്തി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഇളകിയ മണ്ണല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടാണ്. ഇന്ന് രാത്രി പുഴ മുറിയാതെ ഇരിക്കുകയും മഴ നല്ല രീതിയിൽ പെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടനാട് എല്ലാം മുങ്ങും. എല്ലാ പ്രദേശവും ഇപ്പൊ ഇന്ന് തന്നെ കൈനഗിരിയിലും ഒക്കെ മഴ വീണിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ കുട്ടനാടും ഒക്കെ രാത്രി നല്ല രീതിയിൽ മഴ പെയ്യും. എന്നാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇന്നൊരു പക്ഷേ പുഴ മുറിക്കുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാലും നമുക്ക് കാണാം എവിടം വരെ മുറിച്ച് എത്ര ദൂരമായി ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അവരോട് ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ. ജനങ്ങൾ മൊത്തം വെള്ളത്തിന് അടിച്ചു പോകുന്നു. ഇതൊക്കെ പൊങ്ങി ഈ പാടവും ജനങ്ങളും എല്ലാം വെള്ളത്തിന് അടിച്ചു പോകുന്നു. ഏതായാലും വെള്ളം അങ്ങോട്ട് ഒഴുകിന്. കാരണം ഇത് മുറിച്ചു വെക്കേണ്ട കടമ ഇവർക്ക് സർക്കാരിനുള്ളതാണ്. ഇത് ജനങ്ങൾ മൊത്തം പോകാനുള്ള പണിയായി കാണിക്കുന്നത്. പാടവും വീഴാപ്പട വ്യവസ്ഥയെല്ലാം പോയി. പിന്നെ എനിക്ക് വിതയ്ക്കാൻ കാശുണ്ടോ? ഇത് കടം മേടിക്കുന്നു. അല്ലെ കാണിക്കുന്ന പണിയൊക്കെ പണിയാ കാണിക്കുന്നത്. വെള്ളം ഭയങ്കരമായിട്ട് കൂടുതല. അതായത് ഇതൊരു 4 ദിവസത്തേക്ക് മുമ്പ് ഇത് വെട്ടാൻ തുടങ്ങിയതാ. തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കളക്ടർ പറഞ്ഞ് നിർത്തി വെക്കാൻ പറഞ്ഞെന്നും പറഞ്ഞത് പിന്നെ അങ്ങ് നിർത്തിയിട്ട് ഇപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ആരും ഇത് വന്ന് നോക്കുക തിരക്കുക ഒന്നും ചെയ്തില്ല. ഇന്ന് വന്നിട്ട് ഇപ്പൊ വെള്ളം എല്ലാം മടയെല്ലാം പാടങ്ങൾ വീണ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ചൂടായിട്ട് വന്നിരിക്കുന്നത്. അഥവാ ഇപ്പൊ ഈ കപ്പൽ മുങ്ങി വിഷം എന്ന് പറയുന്നത് ഒരു 2 മാസത്തേക്ക് പുഴ മുറിച്ചാൽ കടലിലോട്ട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. പിന്നെ ഈ അകത്തോട്ട് എങ്ങനെ വിഷം കയറും? അപ്പൊ പിന്നെ അതിനകത്ത് എല്ലാ അർത്ഥം ഉണ്ടാ പറയുന്നതിനകത്ത്. ജനങ്ങളെല്ലാം ഇപ്പൊ പാടമെല്ലാം ഇപ്പൊ മൊത്തം എല്ലാ സ്ഥലവും മുങ്ങിയിരിക്കുക. 2 മാസം ഇത് തീർത്ത് പടിഞ്ഞോട്ട് ഒഴിയാലേ ഈ വെള്ളം പറ്റാത്തുള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ ഇവിടെ ഈ വിഷമെന്നും പറഞ്ഞത് ഇങ്ങനെ ചെയ്തതിനകത്ത് യാതൊരു അർത്ഥമില്ല. എങ്ങനെ എത്രയും പെട്ടെന്ന് മുറിച്ചുകൊണ്ടാണ് എന്റെ ഒരു അഭിപ്രായം. സൈഡിലേക്ക് മാറ്റി സാധാരണ വെട്ടുന്ന ധരിച്ചു വെട്ടി കരിമണ്ണ് എടുക്കാൻ വേണ്ടിയുള്ള മാത്രം. മനസ്സിലായോ? കരിമണ്ണാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ജനങ്ങളുടെ ക്ഷേമമില്ല. അപ്പൊ ഇന്ന് രാത്രി തന്നെ ഈ പുഴ മുറിച്ച് വിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 2018 പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത പല വീടുകളും ഇന്ന് വെള്ളം കയറി അവർ പുരയിടത്തും പെരയ്ക്കകത്തും എല്ലാം വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും മട വീഴുന്നു. അപ്പം ഇപ്പം തന്നെ എൻ്റെ നാട്ടിലാണെങ്കിൽ നാലിയറ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ വെള്ളമെല്ലാം കണ്ടത്തിലെ വെള്ളമെല്ലാം പറ്റിച്ചിട്ടേക്കുക. ഇപ്പം രാത്രിയിലെങ്ങാനും മഴ പെയ്ത് മട വീണ് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം എന്തായാലും ഇന്ന് രാത്രി തന്നെ ഇത് മുറിച്ചു വിടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഇപ്പം കണ്ട അവർ ആ കരിമണൽ 3-4 കോരിയാൽ പോലും അതിൽ കിട്ടത്തില്ല. അത്ര കട്ടിയുള്ള കരിമണലാണ് അവിടെ കിടക്കുന്നത്.
അപ്പം ഇപ്പം ഇത്രയും കൊണ്ട് പോരാ. ഇറ്റാച്ചി ഇനിയും കൂടുതൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു വിഷമസ്ഥിതി മനസ്സിലാക്കണം. കണ്ടല്ലോ, എൻ്റെ കടൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 20 മീറ്ററോളം ഇനി മുറിക്കാനുള്ളൂ. ബാക്കി അത്രയും സ്ഥലം അവരൊരു ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര സ്ഥലം കൂടെ ഉള്ളു. ഞാൻ നിൽക്കുമ്പോൾ ഇത്രയാണ് ഇനി ബാക്കിയുള്ളത്. കടലാണെങ്കിൽ ഭയങ്കര കടലാണ് ഇവിടെ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കാറ്റുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇപ്പം ഈ മണലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുഴയുടെ ഫ്രണ്ട് ഭാഗമാണ്. അതായത് സ്പിൽവേയിലെ ഷട്ടറുകൾ പൊക്കിക്കഴിഞ്ഞാൽ നേരെ കിഴക്കുന്ന് വെള്ളം വന്ന് ഒഴുകുന്നതിൻ്റെ ആ ഫ്രണ്ട് ഭാഗമാണ്. അവിടെയാണ് കൂടുതലായിട്ട് താക്കേണ്ടത്. ഇപ്പോൾ അവിടെ ഇപ്പം ഒരു മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ താത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പുഴയ്ക്ക് വീതി വെച്ച് മണ്ണ് കടലിലോട്ട് ഈ മണ്ണെല്ലാം ഒഴുകിപ്പോയി നല്ല രീതിയിൽ ഒഴുക്ക് കടലിലേക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെ അവർ താക്കുന്നുണ്ട്. അവിടെ ആയിരുന്നു ഒന്ന് രണ്ട് ഇറ്റാച്ചി ഇട്ട് മാന്തൻ്റെ യഥാർത്ഥ സ്ഥലം ഇതാ. കാര്യം അവിടെ ആണ് താക്കേണ്ടത്. അവിടെ താന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ഒഴുക്ക് വന്ന് ഈ കടലിലേക്ക് ശക്തമായിട്ട് വെള്ളം പോകത്തുള്ളൂ. അപ്പോൾ ഇത് അവർ കടലിലെ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. കടലിൽ വിഷാംശം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള സാമ്പിളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പിൾ എടുത്ത് വെച്ച് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള ഇതെൻ്റെ വീടിൻ്റെ പരിസരമാണ്. നടന്നും വണ്ടിയിലുമൊക്കെ വന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അവിടെ ആ വള്ളം കിടക്കുന്നുണ്ട്. അപ്പം എൻ്റെ നാടിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ പുഴയോത്ത് മറ്റൊരു വീഡിയോ ഞാൻ കറക്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ശരി.